ഹലോ, അസ്സാം വലൈക്കും. മൂളൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് ആട്ടോ. അത് ഒരു ചെറിയൊരു മോർണിംഗ് വ്ലോഗാണ് ഇന്ന് എടുക്കുന്നത്. നല്ല കാടാട്ടോ, ഇതൊക്കെ പുല്ലൊക്കെ മുളിച്ചിട്ടേ ചെടിയൊക്കെ അതിനകത്തായിരിക്കണം, ഉണങ്ങി പോയിക്കണം. വിഷമം കെടുക്കും നോക്കട്ടോ, പരത്തി വെച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. കാരണം ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് പാട്ട് വെച്ചുകൊണ്ടിരിക്കൂട്ടോ. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരും. ചായ വെച്ചിട്ടുണ്ട്, പിന്നെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഹസ്ബൻഡ് അരിഞ്ഞ് തന്നിട്ടോ, അങ്ങനത്തെ അരിഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫായിരുന്നു, ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ബീഫ് ആദ്യം ഇട്ട് പിന്നെ കുറച്ച് 2 ഉള്ളി, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാടൻ കറി കേട്ടോ, നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കണ അമരത്തെ കറി. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് 1.25 സ്പൂണ് മുളകും പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ഇതും കുരുമുളക് പൊടിയും. പക്ഷേ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക പട്ട ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതാണ് ഞാൻ ഗരം മസാല എന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് ഉപ്പിട്ടൂടെ നല്ലോണം കുഴച്ച് കൊടുക്കട്ടെ. ഇതിപ്പോൾ ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പണ്ട് നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് ചോറ് കൊണ്ടുപോകണില്ല ആരെങ്കിലും, അതുകൊണ്ട് കുറച്ച് ആശ്വാസത്തിൽ ഉണ്ടാക്കട്ടെ. എനിക്ക് ചോറൊക്കെ ആയിട്ട് കടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ലോണം ബീഫ് കുഴച്ച് കുറച്ച് വെള്ളത്തിൽ കറിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇവർ പത്തിരിയും ആയ കാരണം പത്തിരിയും ബീഫും കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ആയ കാരണം ബീഫ് നേരത്തെ കിട്ടി. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് ഞാൻ കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ കേട്ടോ അടിച്ച് പോത്തിന് വെന്തിട്ടിട്ട് നല്ല ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് ആക്കത്തി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ബീഫ് വെന്തപ്പോൾ ഞാൻ അതിലൊന്ന് കഷ്ണങ്ങൾ കോരിട്ടോ. എൻ്റെ മക്കൾക്ക് പൊരിച്ച ബീഫേ പറ്റുള്ളൂ, കറിയിലിട്ട ബീഫ് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാനത് കോരി എടുത്തിട്ട് ഉച്ചക്കൊക്കെ രാത്രി ഒരുള്ള സമയത്ത് ഒന്ന് വെളിച്ചെണ്ണ ഇട്ട് പൊരിച്ച് കൊടുക്കും കേട്ടോ. നമുക്ക് ബീഫ് കറിയാണ് ഇഷ്ടം. കറി അവർ കൂട്ടും കേട്ടോ, പക്ഷേ കറിയിലിട്ട സാധനം അവർ അങ്ങനെ കൂട്ടൂല. അപ്പം ഞാൻ കറി ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ, തൂമിച്ചൊക്കെ എടുക്കുക. ഒന്ന് ഉലുവട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കണ്ടൈക്ക് ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില ഇട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഒന്നും കൂടി കറി സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത്, ചെറിയ ഉള്ളി മൂക്കണ മുമ്പായിട്ട്. അപ്പോൾ ഒന്നിച്ച് കിടന്ന് മൂത്തോളല്ലോ, അപ്പോൾ ഒന്നിച്ച് കിടന്നിട്ട് മൂക്കുന്നുണ്ട്. അതിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. ഇതിൽ ഞാൻ വേറെ ചിക്കൻ ബീഫ് മസാല അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ പൊടി കൊണ്ട്. അപ്പോൾ ഞാൻ ഒന്നൊരു ചെറിയ 2 വലിയുള്ളി സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട്, കാരണം കറിയിൽ ഉപ്പുണ്ടായി. അപ്പോൾ നല്ലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. കറി ഒന്നും കൂടി ഒരു ടേസ്റ്റിന് മേടിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വാട്ടിയെടുത്ത് അതിക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 4 മഞ്ഞൾപ്പൊടിയും 4 മുളകും പൊടി, എരിവൊക്കെ അവരാരും പാകത്തിന്. ഈ സമയത്ത് എരിവൊന്നുമില്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഗരം മസാല ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ, പൊടിച്ചിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ ആ മസാലപ്പൊടീൻ്റെ കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാട്ടോ കറി. കാരണം ഇവർക്ക് വെള്ളം പോലെ കറി വേണം. ഇറച്ചി അങ്ങനെ കൂട്ടൂല കേട്ടോ, ബീഫ് പൊരിച്ചാലേ കൂട്ടുള്ളൂ. ചിക്കന് പുഴുങ്ങി കൊടുത്താലും തിന്നു കേട്ടോ. അപ്പോൾ ബീഫിന് കുറേ ദിവസമായി ആഗ്രഹം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കറി പോലാക്കി, ഇവർക്ക് കറി തോനെ വേണം. അപ്പോൾ ഞാനും ചപ്പിന് പകരം ഇവിടെ വീട്ടിലുള്ള ഈ ഒരു ഇല, അതിൻ്റെ പേര് എനിക്കറിയില്ല, ചപ്പിൻ്റെ അതേ ടേസ്റ്റ്, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അത് ഇത്രയും വെള്ളം വേണം കേട്ടോ, ഇവർക്ക് നല്ലോണം അങ്ങോട്ട് കുതിർന്ന് എടുക്കണം. ഒന്നും കൂടി കറി കുറുകി പോയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പം നല്ല അടിപൊളി കറി കേട്ടോ. പക്ഷേ ഈ ബീഫ് കോരി വെക്കണ്ട, പിന്തിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, നല്ല കട്ടിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബീഫിക്ക് ഞാൻ ചെയ്ത പോലെ ഒഴിച്ചാൽ മതിയിട്ട്. കോരി വെച്ചതൊക്കെ എനിക്കിവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കോരി വെച്ചാണ്. അപ്പോൾ ആ വെന്ത ബീഫിക്ക് നമുക്ക് തൂമിച്ച് ഒഴിച്ചാൽ തന്നെ അടിപൊളി ബീഫ് വരട്ടിയ പോലത്തെ കറിയാവും, അധികം വെള്ളമില്ലാതെ. പക്ഷേ ഇവിടെ അങ്ങനെ താല്പര്യം, ഇവിടെ സിയാബൊക്കെ ബീഫ് അധികം കൂട്ടില്ല. ഞാൻ ബീഫിൻ്റെ കറിയാണ് കൂട്ടില്ല, മക്കളൊക്കെ ബീഫ് കറിയാണ് കൂട്ടില്ല. അങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ട് കുടിക്കാനാകുമ്പോൾ തീർന്നിക്കണ ചായ മധുരം. ഇങ്ങനെയുണ്ട് ബീഫ് കറീനെ പറ്റിയൊരു അഭിപ്രായം. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോയി. 1-2 സ്ഥലത്തേക്ക് അർജൻറ്റായിട്ട് പോയിരുന്നു. ഉച്ചക്ക് പോയതായിരുന്നു, അർജൻറ്റ് പോകേണ്ട ആവശ്യമായിരുന്നു. അപ്പോൾ പോയി വരുമ്പോൾ സമയത്ത് വീഡിയോ എടുത്തിട്ട് അസ്തമയം കണ്ടപ്പോൾ നമ്മളൊരു റൂട്ടിൽ കൂടെ വന്നിട്ട് നല്ല കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്
അപ്പോൾ അസ്തമയം കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ വീഡിയോ എടുത്ത് പോകുമ്പോൾ വെയിലിൻ്റെ കൊട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ മുഖം കാണുമ്പോൾ വിചാരിച്ചിട്ട് എൻ്റെ മുഖം എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യില്ല, എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ നടക്കൽ, ഇതുവരെ ചെയ്തില്ല. അപ്പം നല്ല സീനിയറിലെ പാലം, ഇതൊരു കുറച്ച് ഉള്ള ഏരിയ കൂടാണ്. അങ്ങനെ അവിടെ ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് ഹെൽമെറ്റ് ഇട്ട് പോകണപ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറയാം നമ്മൾ ഉള്ളേരിയൊക്കെ കൂടി ഇതിൽ കൂടെ പോകുമ്പോൾ അപ്പം അങ്ങനെ പോയതാണ്. ഒരു ഇങ്ങനെ എത്ര സീനിയറൊക്കെ എപ്പോഴെങ്കിലും കാണുന്നതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചില്ലേ, വണ്ടിമൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു. മോർണിംഗ് വ്ളോഗ് മാത്രം എടുക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ നല്ല ഭംഗി കേട്ടോ. അപ്പം ഇനി ഇപ്പോൾ ഏകദേശം ഒരു അമ്പലം കണ്ടിട്ടോ. ഞങ്ങൾ ആദ്യൻ്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വൈകുന്നേരം ആ പാട്ട് കേൾക്കുമ്പോൾ കേട്ട് അങ്ങനെ ശീലമായിട്ട് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ പഴയ ഓർമ്മ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ അമ്പലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് അവിടെ എന്തോ പരിപാടിയാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ആ ഭാഗത്തൊക്കെ എത്താറായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ ചോറുണ്ട് കേട്ടോ, അതിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു. അവിടെ പിള്ളേർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ക്യാമറ അങ്ങനെ ചലിപ്പിച്ചു. അങ്ങനെ പോകുന്നു. ഇപ്പം ഞങ്ങൾ കാരത്തൂരെത്തിയിട്ടും ഇവിടൊക്കെ ഇങ്ങനെ വറ്റി പോയിക്കണം. ഞങ്ങളെ റൂട്ടിലെത്തി. ഞങ്ങളെ റൂട്ടിൽ കയറിയപ്പോൾ തന്നെ മരിബാങ്കൊക്കെ കൊടുത്തു. മക്കളെ 3-ന് കടയിലിട്ടിട്ട് പോയതായിരുന്നു. അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ, നമുക്ക് എപ്പോഴെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ, അർജൻറ്റുള്ള കാര്യത്തിന് മാത്രം. അപ്പം ഞങ്ങൾ അങ്ങാടി എത്തി. അങ്ങാടിയൊക്കെ രാത്രിക്ക് സജീവമായിക്കണം. പിന്നെ നമ്മളെ കട നിൽക്കണം. അപ്പം ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പോകാൻ വെച്ചിട്ടാണ്. പക്ഷേ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമർ വന്നു. ഇവരിവിടെ മടുത്തിരിക്കുക കേട്ടോ, മടക്കിയിട്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. കാല് കടഞ്ഞാലോ മടക്കിയിട്ട് ഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് എന്ന് പറയുകയാണ് മോളും. അപ്പം ഞാൻ പിന്നെ ഇവരവിടെ പോകുന്നത്, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് 7 മണിക്ക് ഖുർആൻ ക്ലാസ്. ഞാൻ നിൽക്കലില്ല, ചില സമയത്തേ ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോള് ചായ കുടിക്കട്ടെ. നല്ലപോലെ കുടിച്ചോ അങ്ങനല്ലേ എന്താ കുടിക്കുന്നു? മധുരല്ലേ കേട്ടോ, പഞ്ചസാര ഇട്ട ലേശം, ഒരു നേരമൊക്കെ പഞ്ചസാര ഇട്ട് കുടിക്കും. മോള് ഡയറ്റാണ്, തടി കുറയാൻ. കഴിഞ്ഞാ അശുമോനിക്ക് ലഞ്ച് ബോക്സ് ഇട്ടാ പക്ഷെ ഓനക്കുള്ളത് സ്പൈഡർമാനാണ്, അത് ഓനക്ക് പോരാ. അപ്പോൾ വേറെ വേണം എന്നിട്ട് വാങ്ങിച്ചാണ്. നോക്ക് ഇതാര് വാങ്ങിച്ചു? ആര്? എന്ത് വാങ്ങിച്ചു കൊടുത്താലും വേറെ ആൾക്കാരെ പറഞ്ഞോ? ഒക്കെ വാങ്ങിച്ചിട്ട് ഇത്രയൊക്കെ തിന്നോ? സ്ഥലമൊക്കെ ഉണ്ട് എത്ര പോലും ഇതെന്റെ അടിയിലൊക്കെ. ആ സ്പൈഡർമാൻ വാങ്ങിയിട്ട് 2 കൊണ്ടവരുണ്ടായിട്ട് പൊട്ടിച്ച് അതേപോലെ ആവട്ടത്. അതെന്താ കോലെന്തിനാടി? എന്തിനാ അങ്ങനല്ലേ? എനിക്കൊന്നും പറ്റുമെന്ന് അറിയില്ല. നമ്മളൊക്കെ പോണെന്നാ സ്റ്റീലിന്റെ പാത്രം ഈ കൊണ്ടുപോയി അങ്ങനത്തെ ഒന്ന് ഓൾക്ക് കൊടുത്താളത്തേക്കും. എനിക്ക് ലഞ്ച് ബോക്സ് വെച്ച് കൊണ്ടുപോകത് ഈ കുഞ്ഞ പാത്രം എന്നാ എനിക്ക് വേഗം തെരഞ്ഞൂടണ്ട. 2ആളും കൂടി ഒന്ന് ഓൾക്ക് കൊടുത്താളാ. ഒന്നും കൊണ്ടുപോകില്ല മോളെ തിന്നാനേ. തിരക്കുണ്ടെങ്കിൽ ചെറിയ കുട്ടികളായിട്ട് 9ാം ക്ലാസ്സിലെത്തി ഈ ലഞ്ച് ബോക്സിൽ തിരക്കൂടുമ്പോളാ. എനിക്ക് സ്റ്റീലിന്റെ പാത്രം ഏത് സംഭവം ആരാണ് അത് കട്ടാക്കി കളാം. പിന്നെ അങ്ങനെ എൻ്റെ ആഷിമോൻക്ക് ലഞ്ച് ബോക്സ് കിട്ടി. ആഷിമോൻ 2 വാക്ക് ലഞ്ച് ബോക്സ്. ഇതൊന്നും കൊണ്ടുപോയില്ല. നൂഡിൽസ് ഒന്നും ഞാൻ തരില്ല. ഒന്നൊക്കെ ചോറ് അല്ലെങ്കിൽ കടി ഇത് തരുള്ളൂ. നൂഡിൽസ് ഒന്നും ഞാൻ തരില്ല. 2ആളോടും കൂടെ പറഞ്ഞത്. അപ്പൊക്കെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ മോളാ? എനിക്ക് വേണം മേടിച്ചു തരും. പിന്നെ അങ്ങനെ കുറത്തി നോക്കണേ നോക്കി അതിൽ കൊള്ളൂല ചോറ്. ഈ ചോറല്ലേ കൊണ്ടുവെക്കുക. അപ്പം അതേപോലെ അവനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓനെ കുറച്ച് എപ്പോഴും കടിയാണ് കൊണ്ടുപോകണം. അതാണ് അത് ഓനക്ക് നടക്കും. ഓന് ചോറൊന്നുമില്ലല്ലോ. ഇജ്ജ് കടി കൊണ്ടുപോകണമെങ്കിൽ അതിലെങ്ങനെ നടക്കും മോള്? ജോൺ കൊണ്ടുപോയിക്കോണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.